ഹലോ ഗ്രൂപ്പ് വൺ നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പിക്കപ്പ് പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ റീഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പൈല് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല, പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. തംബ്നെയിലുള്ള പിക്ചേഴ്സ് വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചില സമയങ്ങളിൽ ഇനി അങ്ങോട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷന് ഒരു എക്സസൈസ് ആയിരിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്കുള്ള റൈറ്റ് പൈൽ ചൂസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ ആ ഒരു ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു രീതിയിലായിരിക്കില്ല നിങ്ങൾ മുഴുവൻ ചൂസ് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ഫയലിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും. അങ്ങനെയല്ലാതെ നമ്മൾ കിട്ടുന്ന സിമ്പിൾസിലും പലപ്പോഴും നമുക്ക് കിട്ടുന്ന സൈൻസ് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്കുള്ള മെസ്സേജ് ഏതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഒരു തരത്തിൽ സഹായകമാകുന്നതാണ് ഇങ്ങനെ പിക്ചേഴ്സ് മാത്രം വെച്ചുകൊണ്ടുള്ള പിക്കപ്പ് പൈൽ റീഡിങ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇനി തൊട്ട് പിക്കപ്പ് പൈൽ റീഡിങ്സിൽ പിക്ചേഴ്സ് മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് റീഡിങ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ ഈ 2025 ഒരു മുന്നേറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടൈറ്റിൽ കണ്ടു കാണും. അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യത്തെ ചിത്രമാണ്, തംബ്നെയിലുള്ള ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് 1 വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ കരിയറിലെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിൻ്റെ കരിയറിൽ അവരുടെ പ്രൊഫഷണൽ ലൈഫിലെ കറണ്ട് എനർജി എന്താണ്? ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിൻ്റെ കരിയറിലുള്ള കറണ്ട് എനർജി എന്താണ്? Okay. Clarify the Seven of Wands. ഓക്കെ, എനിക്ക് കിട്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് അറ്റ്മോസ്റ്റ് ഫുൾഫിൽമെന്റ് തരുന്ന, അത്രയും നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന, സന്തോഷം തരുന്ന ഒരു പുതിയ അധ്യായം തുടങ്ങുന്നതിനുള്ള വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് റെസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ ആ മാറ്റത്തിനെ മുഴുവനായിട്ട് അങ്ങ് സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അപ്പോൾ ആ മാറ്റത്തിന് വേണ്ടുന്ന ആ മാറ്റം അല്ലെങ്കിൽ ആ പുതിയൊരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് യൂണിവേഴ്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാലിറ്റിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ കരിയറിൽ ചില എന്താ പറയാ സൈൻസ് നിങ്ങൾക്ക് തരും. ഓക്കെ, മാറ്റം വരുന്നുണ്ട്, ഒരു മാറ്റം നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്, അതിന് തയ്യാറാകൂ എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൈൻസ് തരുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. അത് മാത്രമല്ല, അങ്ങനെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോലും അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളിപ്പോൾ എവിടെ ആയിരിക്കുന്നു അവിടെ ആയിരിക്കാനായിട്ടാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്. അവിടെ നിന്ന് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം നിങ്ങൾക്ക്, അതായത് ഇനി എന്താകും, ഇപ്പോഴുള്ള സ്ഥലത്ത് നിങ്ങൾ ഓക്കെയാണ്, അപ്പോൾ ഇനി മുന്നോട്ട് പോയാൽ എന്താവും, ഇപ്പോഴത്തെക്കാളും മോശം സ്ഥിതിയാവോ എന്നുള്ള ഒരു ടെൻഷൻ, അതായത് ഇനി ഭാവിയിൽ എന്താണ് കാത്തിരിക്കുന്നത് എന്നറിയാത്തത് കൊണ്ടുള്ള ടെൻഷൻ. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു മാറ്റത്തിനെ അംഗീകരിക്കാൻ ശ്രമിക്കാത്തത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത്, അതിനായിട്ട് നിങ്ങൾ വഴങ്ങാത്തത് ഒരു തരത്തിൽ. ഓക്കെ, പക്ഷെ നിങ്ങളോട് പറയുന്നു വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കാൻ പറയുന്നു. ഓക്കെ, വളരെ ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. കാരണം ഇനി വരുന്ന മാറ്റം എന്നുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപോലെ എന്താ പറയണ്ടേ, സന്തോഷം തരുന്ന ഒരു മാറ്റമാണ്. ഒരുപോലെ സന്തോഷം തരുന്ന മാറ്റം, നിങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു മാറ്റമാണ് നിങ്ങളുടെ കരിയറിൽ വരാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഇപ്പോൾ ആ ഒരു മാറ്റത്തിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ആ പുതിയ അധ്യായത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൊമെന്റിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. പോകെ പെട്ടെന്നാണ് നിങ്ങളുടെ കരിയറിലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ മാറുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അതിനുശേഷവും നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു യാത്രയൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു റീലൊക്കേഷൻ, നിങ്ങളിപ്പോൾ എവിടെയായിരിക്കുന്നു അവിടെ നിന്ന് പുതിയൊരു നാട്ടിൽ, പുതിയൊരു രാജ്യത്ത് ജോലിക്കായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കളക്റ്റീവിൽ തന്നെ ഒരു സെക്ഷൻ ഇങ്ങനെയാണ്, മറ്റൊരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. കരിയറിൽ എന്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച്, എന്തായി തീരണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. നിങ്ങൾക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട് നിങ്ങൾ അവിടെ എത്തും എന്നുള്ളത്. ഓക്കെ, എത്ര നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ആൻഷ്യസ് സൈഡ്, നിങ്ങൾക്കൊരു ഭയം കൊണ്ടുവരാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ ഒരു സംശയമുള്ളിൽ, ഓക്കെ യൂണിവേഴ്സ് മാനിഫെസ്റ്റ് ചെയ്ത് നടക്കുമോ ഇല്ലേ, ഞാൻ സംഭവിച്ചില്ലെങ്കിൽ വെറും തോന്നലാണെങ്കിലോ, അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി
നിങ്ങൾ അതിനെ ശക്തമായി എതിർക്കുന്നു. അത് ശക്തമായി എതിർത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെ ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് തികഞ്ഞൊരു വിശ്വാസമുണ്ട് യൂണിവേഴ്സിൽ. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങളുടെ, അതായത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ആ ഒരു വ്യക്തികൾ, അവരെ കൂടെയാണ് നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അതായത് നിങ്ങളുടെ ഫാമിലി, ഇവിടെ ഫാമിലിനെയാണ് എടുത്ത് കാണുന്നത്. അപ്പോൾ ഫാമിലിയുമായിട്ട് നിങ്ങൾ വളരെയധികം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു ബിഹേവിയറിലും വളരെയധികം ഒരു മാറ്റമുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ഹാപ്പിയാണ്, നിങ്ങൾ വളരെ എൻജോയ് ചെയ്തു പോകുന്നു. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളുടെ കരിയറിൽ വന്നിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയിൽ എവിടെ ആയിരിക്കുന്നു നിങ്ങൾ അവിടെ ഹാപ്പി ആയിരിക്കില്ല. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം വന്നിട്ടില്ല. എങ്കിൽ കൂടി നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ അതിന് ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾ വളരെ കൂളായിട്ട് ഓരോ ദിവസം എങ്ങനെ വരുന്നോ അതുപോലെ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് തികഞ്ഞ വിശ്വാസമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത്, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് യൂണിവേഴ്സ് എന്തായാലും കൊണ്ടുവന്നിരിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത്രയും ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലാണ് ആയിരിക്കുന്നത്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു ശക്തമായ ആ ഒരു തോന്നൽ ഉണ്ട്. നിങ്ങളുടെ കരിയറിൽ മാറ്റം വരുന്നുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ മാറ്റം വരുന്നുണ്ട്. ആ ഒരു തോന്നൽ വളരെ വളരെ സ്ട്രോങ് ആയി ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങൾ സ്ട്രോങ് ആയി വരികയാണ്. അതും ആ ഒരു എനർജിയിലായിരിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന രണ്ടാമത് പറഞ്ഞ കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി അവരുടെ ആ ഒരു എന്താ പറയുക ആൻഷ്യസ് സൈഡിനെയൊക്കെ ഹീൽ ചെയ്ത് ആ ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേൺസിനൊക്കെ ഹീൽ ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. മറ്റ് സെക്ഷൻ, ആദ്യം പറഞ്ഞ സെക്ഷനിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ ഹീലിംഗ് മുഴുവനായിട്ട് നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ ഹീലിംഗ് പ്രോസസ്സ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ രണ്ടാമത്തെ സെക്ഷനിൽ പറഞ്ഞ ആളുകളുടെ സ്റ്റേറ്റിലേക്ക് മാറാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അവിടെ. ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് നമുക്ക് ഓൾറെഡി നിങ്ങളുടെ എനർജറ്റിക്കലി നിങ്ങളുടെ കറണ്ട് കരിയറിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എന്ത് മാറ്റമാണ് 2025 നിങ്ങളുടെ എന്ത് മുന്നേറ്റം. ഓക്കെ, അപ്പോൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങളുടെ കരിയറിൽ ഈ 2025 നടക്കാൻ സാധ്യത എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരം നിങ്ങളുടെ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയറിൽ ഈ 2025 എന്ത് മുന്നേറ്റം ഉണ്ടാകാനാണ് സാധ്യത? Okay, clarify the Two of Cups. Thank you. The Justice. Clarify the Justice. Ten of Cups. Ten of Cups വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. Clarify. Yeah, thank you. ഓക്കെ, നമുക്ക് 2 കാർഡ്സ് ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നിങ്ങൾക്ക് എന്താണ് അർഹത ഉള്ളത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഓക്കെ, ആ സ്പെസിഫിക് കളക്റ്റീവിനോടാണ് എടുത്ത് പറയുന്നത്. ആ ധാരണയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഓക്കെ, മറ്റുള്ളവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, ഏതെങ്കിലും കിട്ടുന്നതിൽ കയറാൻ നോക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കൂടി നിങ്ങൾ അത് കേൾക്കുന്നില്ല, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ ആയി നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് അതാണ് താല്പര്യം, നിങ്ങൾക്കറിയാം അതാണ് നിങ്ങൾ അർഹിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളോട് എന്താണ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ അർഹിക്കുന്നത്, നിങ്ങൾക്ക് അത്രയും ബോധ്യമുണ്ട് നിങ്ങൾ എന്താണ് അർഹിക്കുന്നത്, കരിയറിൽ എന്ത് മുന്നേറ്റമാണ് അർഹിക്കുന്നത്, ആ അർഹിക്കുന്ന മുന്നേറ്റം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നു. അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 2025 നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഓക്കെ, നിങ്ങളുടെ കരിയറിൽ എന്താണോ നിങ്ങളുടെ വിഷ്, അതിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ് നടത്തുന്നത്. ആ ആഗ്രഹം സഫലീകരിക്കുകയാണ്, അതും നിങ്ങൾക്ക് അർഹതപ്പെടുന്ന രീതിയിൽ. അപ്പം അതിനുള്ള അവസരങ്ങൾ, അപ്പോൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു ജോബ്, നിങ്ങൾക്കിപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു ജോലി എങ്ങനെയും കിട്ടിയാൽ മതി എന്നായിരിക്കും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി പക്ഷെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ, ഏറ്റവും അട്രാക്റ്റീവ് ആയതിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. മനസ്സിലായോ? അപ്പോൾ എല്ലാം ഒരേ സ്റ്റാൻഡേർഡിലുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ ലെവലിലുള്ള ജോബാണ്, പക്ഷെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നു. ആ ഒരു എനർജിയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന ആ ഒരു ബാലൻസ്, ആ ഒരു സ്വസ്ഥമായ അന്തരീക്ഷം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കൂടുതൽ സന്തോഷവും സംതൃപ്തിയും തരികയാണ്. മാത്രമല്ല കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം സമാധാനം നിറഞ്ഞൊരു സമയം നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പോവുകയാണ്. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് മാറ്റമാണോ, എന്ത് മുന്നേറ്റമാണോ നിങ്ങളുടെ കരിയറിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏത് അവസ്ഥയിലായിക്കോട്ടെ കരിയറിൽ ഇപ്പോൾ
ഓക്കെ, ചിലപ്പോൾ ജോലിയുള്ളവരായിരിക്കാം, ജോലി ഇല്ലാത്തവരായിരിക്കാം, ഇപ്പോൾ ജോലി എങ്ങാനും ഈ അടുത്ത് നഷ്ടപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചിറങ്ങി ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന മുന്നേറ്റം നിങ്ങളുടെ കരിയറിൽ ഈ 2025 നടക്കാനുള്ള സകല സാധ്യതയും ഉണ്ട്. അത് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലാണ്. അവിടെ നിങ്ങൾക്ക് നടക്കുമ്പോൾ ഇത് എനിക്ക് അർഹതപ്പെട്ടതാണ്, എനിക്ക് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു അന്യായം അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ കരിയറിൽ ഉണ്ടെങ്കിൽ ന്യായം, ആ നീതി നടപ്പാക്കി എന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടുന്ന നീതി നടപ്പാക്കി എന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് സംഭവിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ വളരെയധികം പീസ്ഫുൾ ആയിട്ട് വളരെ സമാധാനം നിറഞ്ഞൊരു സമയമാണ് നിങ്ങൾക്ക് കരിയറിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സന്തോഷം തരുന്ന ഒരു മുന്നേറ്റമാണ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് പൂർണ്ണമായും അർഹതപ്പെട്ടതാണ്. അത് ഒന്നിൽ കൂടുതൽ അവസരങ്ങളായിട്ട് വരുന്നു. നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ളതിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഡിസേർവിംഗ് ആണ് എന്ന് തോന്നുന്നതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കാം. അത്തരത്തിലുള്ളൊരു മാറ്റമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ഒരു മാറ്റം ഇതാണ് നമ്മൾ പറഞ്ഞ നിങ്ങളുടെ 2025 നിങ്ങളുടെ കരിയറിൽ നടക്കാൻ സാധ്യതയുള്ള മുന്നേറ്റം. ഈ ഒരു മുന്നേറ്റം നിങ്ങളുടെ ഈ 2025 തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ നടക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മുന്നേറ്റം, കരിയറിൽ ഉണ്ടാകുന്ന മുന്നേറ്റം, 2025 നടക്കാൻ സാധ്യതയുള്ള മുന്നേറ്റം, അത് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവിന്റെ ജീവിതത്തിൽ അവരെ യാഥാർത്ഥ്യത്തിൽ അത് സംഭവിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങളോട് ആദ്യമേ പറയുന്നു, കോൺഫിഡൻറ്റോടെ മുന്നോട്ട് പോകുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക, നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളവിടെ അത് ശരിയാണോ തെറ്റാണോ, ഇതെനിക്ക് അർഹതയുണ്ടോ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് അർഹതയുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കരിയറിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് അർഹതയുള്ളതുകൊണ്ടാണ് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനോടൊരു ആഗ്രഹം തോന്നുന്നത് എന്ന് മനസ്സിലാക്കുക. അതുമായിട്ട് മുന്നോട്ട് പോകുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, ആക്ഷൻസ് എടുക്കുക. അപ്പോൾ പുതിയ കോഴ്സ് പഠിക്കണമെങ്കിൽ പഠിക്കുക, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ബിൽഡ് ചെയ്യുക, റെസ്യൂമിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യുക, അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ആക്ഷൻസ് എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കുക. അവിടെ ഒരു തരത്തിലുള്ള ഒരു ഭയമോ ഒരു തരത്തിലുള്ള ഒരു ധൈര്യക്കുറവോ പാടില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കരിയറിൽ യൂണിവേഴ്സ് കാത്തു വെച്ചിരിക്കുന്നത് എന്നറിയാം അല്ലേ? അത് നേടിയെടുക്കുക ഒരൊറ്റ ഉദ്ദേശത്തിൽ മുന്നോട്ട് പോകാൻ പറയുന്നു. കാര്യങ്ങൾ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയം ഇനി തൊട്ട് അങ്ങോട്ട് നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിലുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. അതിനായിരിക്കണം ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിന് വേണ്ടി പരിശ്രമിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കരിയറിനെ നിങ്ങൾ എന്താ പറയേണ്ടത്, പരിശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് അവസരങ്ങൾ വരും. നിങ്ങൾക്ക് ചില അഡ്വൈസസ് കിട്ടും, ചില എന്താ പറയണ്ടേ സജഷൻസ് ഒക്കെ കിട്ടും. അതെല്ലാം നിങ്ങൾ സ്വീകരിക്കുക. അതും നിങ്ങൾക്കുള്ള ഒരു എന്താ പറയണ്ടേ അഡ്വൈസ് ആണ്. വരുന്ന എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് പലവരിൽ നിന്നും, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാം, അഡ്വൈസ് കിട്ടാം, സഹായം അത് ഏത് തരത്തിലാണെങ്കിലും കിട്ടാം. അല്ലെങ്കിൽ ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. എല്ലാത്തിനെയും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സ്വീകരിക്കുക. അതിലെന്താണോ എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് ആ ആക്ഷൻ എടുക്കുക. ചിലർ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ ആ അഡ്വൈസ് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസിന് വലിയൊരു പ്രാധാന്യമുണ്ട്, നമ്മൾ ആദ്യമേ കണ്ടു. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നിങ്ങൾ എത്രത്തോളം സ്കിൽഡ് ആണ്, നിങ്ങളുടെ കേപ്പബിലിറ്റീസ് എന്താണ്, ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഓരോ കഴിവ് നിങ്ങൾക്കുണ്ട് ഉള്ളതാണ്, ഇന്ന കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ? അതിനെ വീണ്ടും ആലോചിക്കുക, അതിലേക്ക് വീണ്ടും റിവൈൻഡ് ചെയ്യുക, നിങ്ങളുടെ മെമ്മറി റിവൈൻഡ് ചെയ്യുക. ആ ഒരു ഇൻസിഡന്റ് ആലോചിക്കുക. ആ ഇൻസിഡന്റിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എന്ത് കഴിവുള്ളതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ജോലി ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ജോലിയിൽ പല അവസരങ്ങളിൽ നിങ്ങളുടെ പല കഴിവുകളും നിങ്ങൾ പുറത്തെടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ സ്കിൽസ്, കേപ്പബിലിറ്റീസ്. അതിനെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത്. എന്നിട്ട് അതിനെ ഉള്ള സ്കിൽസിനെ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ വീക്ക്നെസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ വീക്ക്നെസ്സിനെ അതിൽ വർക്ക് ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റിയെടുക്കുക. നെഗറ്റീവ് തോട്ട്സിനെയും അതുപോലെ തന്നെ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സിനെയും ഫോക്കസ് ചെയ്ത് അതിനടിമപ്പെട്ട് ജീവിക്കാതിരിക്കുക. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി അങ്ങോട്ട് ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കണം. നിങ്ങളാണ് ഇനീഷ്യേറ്റ് എടുക്കേണ്ടത് എന്ന് കാണുന്നു. പിന്നെ ഓരോ വട്ടം നിങ്ങൾ എടുക്കുന്ന ഓരോ ഹാർഡ് വർക്കിനും റിസൾട്ട് കാണുമ്പോൾ അതിൽ നിങ്ങളെ ഹാപ്പി ആയിരിക്കണം, നിങ്ങൾ അത് ആഘോഷിക്കണം എന്ന് കാണുന്നു.
ആഘോഷിക്കണം ഇൻ ദ സെൻസ് എൻജോയ് ചെയ്യാം. നിങ്ങൾ ആ ഒരു എന്താ പറയണ്ടേ, ഇപ്പൊ നിങ്ങൾ ഒരു അപ്ലൈ ചെയ്തു, ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് കണ്ടു, അപ്ലൈ ചെയ്തു, നിങ്ങൾ അവിടെ ഇന്റർവ്യൂവിന് വിളിച്ചു, ഓക്കെ, ജോലി കിട്ടിയിട്ടില്ല പക്ഷെ ഇന്റർവ്യൂവിന് വിളിച്ചു, അതിന് നിങ്ങൾ യൂണിവേഴ്സിറ്റിയോട് നന്ദി പറയണം. കാരണം എല്ലാവരും അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഇന്റർവ്യൂവിലേക്ക് കയറാൻ പോലും പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂവിലേക്ക് പോലും കടക്കാത്ത ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിലാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് മനസ്സിലാക്കുക. അതിന് യൂണിവേഴ്സിറ്റിയോട് നന്ദി പറയുക, എക്സൈറ്റഡ് ആകുക, എന്നിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അപ്പോൾ ഓരോ ഇമ്പ്രൂവ്മെന്റും ഓരോ സ്റ്റെപ്പ് നിങ്ങൾ മുന്നിലോട്ട് വെക്കുമ്പോഴും നിങ്ങളത് അക്നോളജ് ചെയ്യുക, യൂണിവേഴ്സിറ്റിയോട് നന്ദി പറയുക. അതുപോലെ നിങ്ങൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്തു, പോരാ 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 അങ്ങനെ ചിന്തിക്കാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം എന്തായാലും ഉണ്ടാകും. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് കൂടുതലായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, ചെറിയ നേട്ടങ്ങളായിക്കോട്ടെ വലിയ നേട്ടങ്ങളായിക്കോട്ടെ, ചെറിയ നല്ല നല്ല അനുഭവങ്ങൾ, വലിയ നല്ല നല്ല അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, ഇതിനെല്ലാം നിങ്ങൾ അക്നോളജ് ചെയ്യണം. അതിൽ നിങ്ങൾ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കണം. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മാറ്റങ്ങൾ വരിക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുക. അതിനാണ് മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ജോലി അന്വേഷിക്കാനും അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും ഇന്റർവ്യൂവിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പിക്കപ്പ് ഫയലുകളൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ചിത്രങ്ങൾ മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ചിത്രങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിനെ ഇൻറ്റ്യൂറ്റീവ്ലി സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആദ്യം തന്നെ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകരുത്. സമയമെടുക്കുക. വളരെ 3 പിക്ചേഴ്സും നോക്കിയിട്ട് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ, 2 പിരികങ്ങൾക്കിടയിലുള്ള സ്ഥലമല്ലേ, അവിടെ ഫോക്കസ് ചെയ്ത് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഫയൽ, ആ പിക്ചർ നിങ്ങളുടെ കണ്ണിലേക്ക് തെളിഞ്ഞു വരും. നിങ്ങളുടെ ആ 3rd ഐ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് തെളിഞ്ഞു വരും. അത് നിങ്ങൾ കേൾക്കുക. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുക. ഓക്കെ, അത് നിങ്ങളെ ഇങ്ങനെ എന്താ പറയുക, പിക്ചേഴ്സ് മാത്രമായിട്ട് തരുമ്പോൾ അല്ലെങ്കിൽ ഫയലുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ എക്സസൈസ് ചെയ്യിക്കാൻ പറ്റും. ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവറിനെ കൂടുതൽ അങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളുടെ കരിയറിൽ ഈ 2025 മുന്നേറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയപ്പോൾ സമയം 1:11 അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് കറണ്ട് എനർജി, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ കറണ്ട് എനർജി എന്താണ് എന്നുള്ളത് നോക്കുന്നു. എന്താണ് ഗ്രൂപ്പ് 2-ന്റെ കരിയറിലെ കറണ്ട് എനർജി? ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ കറണ്ട് എനർജി എന്താണ്? ഓക്കെ, clarify the Ace of Wands. Okay. Clarify the Four of Pentacles. Okay, ഒരു ഡിലേഡ് ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഒരു ഡിലേഡ് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരിക്കണം. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സ്പേസിൽ ഒരു സഡൻ ഷിഫ്റ്റ് നിങ്ങൾ ഓൾറെഡി അനുഭവിച്ചിട്ടുണ്ടെന്ന് കാണുന്നു. ഒരു പുതിയ തുടക്കം, പക്ഷേ അത് വളരെ എക്സൈറ്റിംഗ് ആണ്, അതേസമയം ഓവർവെൽമിംഗ് ആണ്. ഓക്കെ, കാരണം ടവർ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു മാറ്റം, നിങ്ങൾക്കറിയാം ഈ ഒരു മാറ്റം അതിപ്പോൾ നിങ്ങൾ 3D റിയാലിറ്റിയിൽ അത് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലതിനാണെന്നൊരു ഐഡിയ നിങ്ങൾക്കുണ്ട്. ഇത് കുറച്ച് നേരം വൈകിട്ട് സംഭവിക്കുന്ന ഒരു മാറ്റമാണ് കേട്ടോ. ഈ മാറ്റം ഇതിന് മുന്നേ നടക്കേണ്ടതാണ്, പക്ഷേ അത് ചിലപ്പോൾ നിങ്ങൾ അലൈൻഡ് ആയിരുന്നുണ്ടാവില്ല. ഓക്കെ, എനർജറ്റിക്കലി അലൈൻഡ് ആകാത്തത് കൊണ്ട് തന്നെയാണ് അത് നേരം വൈകി. അത് ഇപ്പോൾ ഒരു ഡിലേഡ് ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു ഡിലേഡ് ന്യൂ ബിഗിനിങ് ആണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ടവർ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ
പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. നിങ്ങൾ അതിനെ കംപ്ലീറ്റ്ലി റെഡിയാണ് എന്ന് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ആ മാറ്റത്തിന് നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പരമാവധി അതിനോട് ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു അത്ര കംഫർട്ടബിൾ ആയിട്ട് ഞാൻ നിങ്ങളെ കാണുന്നില്ല ഈ ഒരു പെട്ടെന്നുള്ള മാറ്റത്തിൽ. അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കരിയറിൽ എന്തായാലും ഒരു പുതിയൊരു തുടക്കമാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത്രയും നാൾ ഒരു നിരാശയിലായിരുന്നിരിക്കണം. ഈ ഒരു മാറ്റം നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചതായിരിക്കാം. പക്ഷെ അതിലൊരു നടക്കാത്തതിൽ നിങ്ങൾക്കൊരു നിരാശ ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷെ ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ അതേസമയം അതിന് കുറച്ച് മുകളിലായിട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക, ആൻഷ്യസ് എനർജി ഉണ്ട്. ഇത് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും ടോട്ടൽ സർപ്രൈസ് ആണ് യൂണിവേഴ്സ് തന്നിട്ടുള്ളത് എന്ന് കാണുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു മാറ്റത്തിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ 2025 നിങ്ങളുടെ കരിയറിൽ എന്ത് മാറ്റം ഉണ്ടാകാനാണ് സാധ്യത എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 2025 എന്ത് മാറ്റം ആണ് ഗ്രൂപ്പ് 2 കരിയറിൽ ഉണ്ടാകാൻ സാധ്യത? എന്ത് മുന്നേറ്റമാണ് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്റ്റീവിൻ്റെ കരിയർ സിറ്റുവേഷനിൽ, അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാകാനായിട്ട് സാധ്യത ഈ 2025? Clarify the 8 of Cups. Clarify the Strength. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിൻ്റെ ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രോസസ്സിൽ തന്നെയാണ് നിങ്ങൾ, അതിൻ്റെ തുടക്കത്തിലാണ് നിങ്ങൾ. അതാണ് ഈ ടവർ മൊമെൻറ്റുമായിട്ട് വന്നിട്ടുള്ളത്. ഒരു എൻഡിങ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പുതിയ തുടക്കം ഇൻ ദ സെൻസ്, ചിലപ്പോൾ നിങ്ങൾ ഇത്ര നാളും പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ അൺഎംപ്ലോയ്ഡ് ആയിരുന്നു എന്ന് വിചാരിക്കും. നിങ്ങൾ ഇത്ര നാളും പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് ജോബ് ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് എന്താ പറയുക, വിധിച്ചിട്ടുള്ളത് അല്ല, അതിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊരു തിരിച്ചറിവാവും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക. അത് മുന്നേ സംഭവിക്കേണ്ടതായിരുന്നു. കാരണം നിങ്ങൾ ഇത്രയും നാൾ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ സ്കിൽ ഉണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും, എന്നിട്ട് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല എന്ന് കാണുന്നു. അതിൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് അതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്താണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഇതല്ല നിങ്ങൾക്ക് ശരിയായിട്ടുള്ള കരിയർ ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ ആരെങ്കിലുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു യൂണിവേഴ്സ് ഒരു ക്ലിയർ കട്ട് സൈൻ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു സംശയം തോന്നിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ഒരു സൈൻ ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇതല്ല, ഒരു റീഡയറക്ഷൻ ആവശ്യമാണ് എന്നുള്ളത്. ഓക്കെ, അതിൽ നിങ്ങൾക്കൊരു നിരാശയുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും നാളും അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെയാണോ, എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്ക് ഈ സ്കില്ലുകളൊക്കെ ഉള്ളത് വെറുതെ ആയിപ്പോയോ, എന്നിട്ടും ഞാൻ ഇത്രയും ശ്രമിച്ചിട്ട് കിട്ടാഞ്ഞത്, മറ്റേ സമയം ഞാൻ വേസ്റ്റ് ചെയ്തോ എന്നുള്ളൊരു ചിന്തകളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. അതിലാണ് നിങ്ങൾക്ക് കൂടുതലൊരു നിരാശ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ടവർ മൊമെന്റ്, ഈ റീഡയറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കരിയറിൽ എവിടെ ശോഭിക്കുമോ, എവിടെയാണോ നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്നത്, ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, നിങ്ങൾ അത്രയും ഉയരങ്ങളിൽ എത്തി ഉന്നതകളിൽ എത്തുക നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, അത്രമേൽ മുന്നേറ്റം നിങ്ങൾക്ക് കരിയറിൽ ഉണ്ടാകുക, അവിടേക്ക് നിങ്ങൾ യൂണിവേഴ്സ് എത്തിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. നിങ്ങളിപ്പോൾ എവിടെയാണോ ആയിരിക്കുന്നത് ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനുമായിട്ട് നിങ്ങൾ ഇനി അലൈൻഡ് അല്ല. നിങ്ങൾ അതിൽ നിന്നും അപ്ഗ്രേഡഡ് ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ എനർജിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു റീഡയറക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജോലിയിലായിരുന്നിരിക്കും, ആ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പെട്ടെന്നാണ് ആ നഷ്ടപ്പെടലുണ്ടായിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾക്ക് ഈ ജോലി പോകാൻ സാധ്യതയുണ്ടോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് സേഫ് സോണിലായിട്ട് പോന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ജോലിയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലി ചെയ്യുന്നതിനേക്കാളും അത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ആ ഒരു ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളതങ്ങനെ അവസാനിപ്പിക്കാനായിട്ട് ഒരുങ്ങാണ്. ചിലപ്പോൾ നിങ്ങൾ റെസിഗ്നേഷൻ നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ എവിടെയാണോ ആയിരുന്നത് അത് നിങ്ങൾ ജോലിയിൽ ഉയരാനല്ല കാരണം ഉണ്ടാക്കുക. നിങ്ങൾക്ക് കൂടുതൽ വേദനകൾ ഉണ്ടാക്കുന്ന, കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്ന, നിരാശ ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ് നിങ്ങൾക്ക് അവിടെ ഇനിയും മുന്നോട്ട് പോയാൽ ഉണ്ടാകുക. ഓക്കെ, നിങ്ങൾ അവിടെ ജോലിയിൽ ഉയരങ്ങളിലൊന്നും എത്തില്ല, നിങ്ങൾ താഴേക്ക് പോവുകയാണ് ചെയ്യുക. മനസ്സിലായോ? വളർച്ച ഒരിക്കലും ഉണ്ടാവില്ല. ആ ഒരു ജോലിയിൽ കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അതിങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയി പോകാന്ന് പറയില്ലേ, മുരടിച്ച് പോവുക. ആ ഒരു ലെവലിലായിരിക്കും നിങ്ങളുടെ ഒരു കരിയർ സിറ്റുവേഷൻ.
അപ്പോൾ അവിടെ നിന്ന് യൂണിവേഴ്സ് നിങ്ങൾ എവിടെയാണോ ശോഭിക്കുക, കരിയറിൽ എവിടെയാണോ നിങ്ങൾ ഒരുപാട് ഉന്നതിയിലെത്തുക, ഒരുപാട് കരിയറിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കുക, ആ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷനിലേക്ക് കൊണ്ടുപോകുന്നു. മനസ്സിലായില്ല? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണോ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം. അതിനാണ് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റീഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം അനുഭവിക്കുന്ന ആ സ്ട്രഗിൾസ് ഒക്കെ മാറി നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ സെക്യൂർ ന്യൂ ബിഗിനിങ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ഓക്കെ, ഈ 2025 അവസാനിക്കുന്നതിന് മുന്നേ തന്നെ എവിടേക്കാണോ നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്കൊരു സ്റ്റേബിൾ സെക്യൂർ കരിയർ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും, ജോലി ലഭിച്ചിരിക്കും. ഇനി ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേബിൾ സെക്യൂർ കരിയർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതിൽ യാതൊരു സംശയമില്ല. ഈ 2025 അവസാനിക്കുന്നതിന് മുന്നേ പറ്റും. അതുമാത്രമല്ല നിങ്ങൾ ആസ് എ പേഴ്സൺ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, ഈ ടവർ മൊമെന്റിൽ നിന്ന് നിങ്ങൾ നാവിഗേറ്റ് ചെയ്ത് പുറത്തു വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒതന്റിക് സെൽഫിലായിരിക്കുന്നത് കാണുന്നു. നിങ്ങൾക്ക് അത്രമേൽ ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ആ ഒരു ജോലി എവിടേക്കാണ് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അവിടേക്ക് നിങ്ങളൊരു പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ട് മാറുകയാണ് എല്ലാം കൊണ്ടും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങളപ്പോൾ ധൈര്യമായിട്ട് ആ യൂണിവേഴ്സ് എങ്ങോട്ടാണോ നിങ്ങളോട് ഫോക്കസ് ചെയ്യാൻ പറയുന്നത് അവിടെ ഫോക്കസ് ചെയ്യുക, അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇപ്പം ഈ പറഞ്ഞ എന്താ പറയുക 2025 ഉണ്ടാകുന്ന മുന്നേറ്റം, അപ്പോൾ നിങ്ങളുടെ സ്ട്രഗിൾസ് അവസാനിച്ച് നിങ്ങൾ എവിടെയാണോ ശോഭിക്കുക, ഏത് ഉന്നതിയിലാണോ അവിടേക്കാണ് നിങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുപോകുന്നത്. ആ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിന്, അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ റിയാലിറ്റിയിൽ അത് സംഭവിക്കുന്നതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ കരിയറിൽ പറഞ്ഞിട്ടുള്ള പൊട്ടൻഷ്യൽ ചേഞ്ചസ് 2025 സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു. അത് നടത്തിയെടുക്കുന്നത്, അത് അവരെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന് അവരെന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ആദ്യമേ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ്, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഡിസ്ട്രസ്ഡ് എനർജി ഉണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ കഴിഞ്ഞു പോയ ഈ ഒരു ഇപ്പം നഷ്ടപ്പെട്ട നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ഫോക്കസ് ചെയ്തിരുന്ന ഒരു ഏരിയ, അതിൽ നിന്ന് നിങ്ങളോട് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആകാൻ പറയും. നിങ്ങളവിടെ വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. അത് കളയുക. അതുപോലെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിൽ നിന്ന് കളയുക. പിന്നെ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ആ ഒരു ടെൻഡൻസി അത് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതാണ്. നിങ്ങളിൽ ഒരുപാട് അങ്ങനത്തെ ഒരു ലോ വൈബ്രേഷൻ എനർജീസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിഞ്ഞു പോയ, ഇപ്പം അവസാനിച്ചു പോയ കരിയർ അല്ലെങ്കിൽ ആ ഒരു കരിയർ ഓപ്ഷൻ, അതും അതിലുള്ള ഒരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ് ഉണ്ട്. ഓക്കെ, ഒരു ലോക്കി അഡിക്ഷൻ എന്ന് തന്നെ പറയാം. അതിനെ നിങ്ങൾ റിലീസ് ചെയ്യണം. അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആകണം. എന്നിട്ട് ഡിവൈൻ ഫെമിനിൻ എനർജിയിൽ മാറാൻ പറയുന്നു. നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലേക്കാണെങ്കിൽ ഏത് കരിയർ ഏരിയയിലേക്കാണോ ഫോക്കസ് ചെയ്യാൻ പറയുന്നത് അതിലുള്ള ജോലി നിങ്ങളെ തേടി വരട്ടെ. നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്, അല്ലാണ്ട് നിങ്ങൾ ചേസ് ചെയ്യല്ല വേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ ആക്ഷൻസ് എടുക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആക്ഷൻസ് എടുക്കുക. പക്ഷെ റൈറ്റ് ടൈമിൽ ആ ജോബ് വരും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം. ആ റൈറ്റ് ടൈം എപ്പോഴാണ് അപ്പോൾ ആ ജോബ് വന്നിരിക്കും, ആ ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിലേക്ക് വരും എന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവുന്ന, ആ വിശ്വാസം വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ജോലിക്കായിട്ട് ജോലി നേടുന്നതിന് വേണ്ടിയിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടത്, അതിന് വേണ്ടുന്ന പരിശ്രമങ്ങൾ, തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തേണ്ടത്. ഒരു കാരണവശാലും ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ജോലി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് കൃത്യമായി ഇപ്പോൾ ഒരു യൂണിവേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇന്നതിലേക്ക് ഫോക്കസ് ചെയ്യൂ എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ അത് ശക്തമായിട്ട് തോന്നലായിരിക്കാം, ഈ ജോലിയല്ല ഞാൻ വേറൊരു ഏരിയയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ശക്തമായി തോന്നൽ. അതും നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിലേക്ക് നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെ വേണമോ ആ സ്കിൽസൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടുന്ന കോഴ്സുകൾ ചെയ്യുക. എന്തൊക്കെ പഠിക്കാനുണ്ടോ അതൊക്കെ പഠിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ റെസ്യൂമിൽ മാറ്റം വരുത്തുക, നിങ്ങളുടെ പ്രൊഫൈലിൽ മാറ്റം വരുത്തുക. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ റിക്രൂട്ടേഴ്സിന്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, റിക്രൂട്ടേഴ്സിന് നേരിട്ട് നിങ്ങളുടെ റെസ്യൂംസ് സെൻഡ് ചെയ്ത് അവരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ജോലി നിങ്ങൾ അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയിക്കാം. അല്ലെങ്കിൽ പൊസിഷൻസ് വേക്കൻസീസ് കാണുമ്പോൾ അതിന് അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അവിടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. അതായത് എന്തായാലും ജോലി കിട്ടും. മനസ്സിലായില്ലേ? അത് അങ്ങനെ നിന്നുകൊണ്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ടൈമിൽ വളരെ നാച്ചുറലി നിങ്ങൾക്കുള്ള ജോലി, അതിൻ്റെ അവസരം, ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തും ചെയ്യും. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ജോലിയിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ എനർജി എന്നാണ് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞു പോയതിനെ വിട്ടുകളയാൻ പറയുന്നു.
ഇപ്പൊ കഴിഞ്ഞു പോയി നിങ്ങൾക്ക് അതിലൊരു സങ്കടം ഉണ്ട്. ഓക്കെ, നിങ്ങൾ അത് എത്രമേൽ നിങ്ങൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ എത്രമേൽ നിങ്ങൾ അതിന് വേണ്ടി പരിശ്രമിച്ചതാണ്, എന്നിട്ടിപ്പോൾ അത് വിട്ടുകളയാന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും സമയം വേസ്റ്റ് ചെയ്തു, അതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, നിങ്ങൾ ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിലാണ് ഫോക്കസ് ചെയ്തത്. ഇപ്പൊ നിങ്ങളുടെ എനർജിയിൽ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നിങ്ങൾ ശോഭിക്കുന്നത്, നിങ്ങൾ ഒരുപാട് ഹീൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശോഭിക്കുന്ന കരിയർ ഏതാണോ അതിലേക്കാണ് യൂണിവേഴ്സ് കൊണ്ടുപോകുന്നത്. എപ്പോഴും യൂണിവേഴ്സിന് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാത്രമാണ് യൂണിവേഴ്സ് തരിക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ആയിരുന്ന ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഏത് ജോലിക്ക് വേണ്ടിയാണോ പരിശ്രമിച്ചത് അതല്ല, ഇപ്പൊ നിങ്ങളോട് റീഡയറക്ട് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ ആ ഏരിയയിലാണ്. അപ്പൊ അവിടെ ഫോക്കസ് ചെയ്യുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക, അവിടെ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോകുക. പിന്നെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം, ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഇനി ജോബ് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊരു സമയത്ത് എഴുന്നേൽക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വേണം, ആ ജോബ് സെർച്ചിലും നിങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടയും വേണം. ഓക്കെ, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ഡിസ്ട്രാക്റ്റഡ് ആവാൻ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് പ്രയോറിറ്റി എന്ന് നിങ്ങൾ ചിന്തിക്കണം. എപ്പോഴാണ് നിങ്ങൾ ഈ കരിയറിന് വേണ്ടി, നിങ്ങളുടെ ഈ ജോലി മാറ്റവും അതിനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു കാര്യം ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അറ്റൻഷൻ അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടത് ഇതിലേതാണ് എനിക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏതാണ് എൻ്റെ ജീവിതത്തിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക, ഏത് സംഭവിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ നല്ലതായിരിക്കുക എന്നുള്ളത് നോക്കിയിട്ട് അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ് ഇപ്പോൾ നിങ്ങളുടെ ജോലിയിലായിരിക്കണം. പിന്നെ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾ റീഡയറക്ട് ചെയ്യുന്ന ഏരിയയിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വേറെ ആരെങ്കിലും അല്ല ഇത് വേണ്ട വേറെ നോക്കിക്കോന്ന് പറയുമ്പോഴേക്കും അതിലേക്ക് പോകരുത്. ഇതാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഏരിയ. ആ ഏരിയയിൽ തന്നെ ഫോക്കസ് ചെയ്യുക, അതിൽ തന്നെ ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ കഴിഞ്ഞു പോയതാണ്. ഇപ്പൊ ഈ ജോലി അവസാനിച്ച കൂട്ടരാണെങ്കിൽ നിങ്ങൾ അവിടെ വളരെ കംഫർട്ടബിൾ ആയിരുന്നുണ്ടായിരിക്കണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടായിരിക്കണം. പക്ഷെ അത് അവസാനിച്ച് പോകേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലതിനാണ് പറയുന്നത്. അവിടെ ഇനി നിങ്ങൾ തുടർന്നാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ അതിൽ നിന്ന് പോരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സന്തോഷവും അല്ലെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടല്ലോ, അതൊക്കെ അവസാനിക്കും. പിന്നെ ഇനിയും നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രഗിൾ ആണ് അവിടെ ഉണ്ടാവുക. അപ്പൊ അതാണ് യൂണിവേഴ്സ് ഒഴിവാക്കി തന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാം. ആ പാസ്റ്റിൽ തന്നെ നിർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട വേണം. കണ്ടോ, 8 ഓഫ് കപ്സ് വീണ്ടും വന്നത് അതാണ്. നിങ്ങൾക്കത് വിഷമുണ്ടാക്കുന്നതായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ, അതിലേക്ക് എത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. അതിന് മാത്രമേ പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ. കഴിഞ്ഞു പോയതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു അവസാനം ഉണ്ടാകുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു ടവർ മൊമെന്റ് സംഭവിക്കുന്നു, പെട്ടെന്നൊരു മാറ്റം, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണോ അവസാനിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ആ മൊമെന്റിൽ അവസാനിച്ച് പോകേണ്ടതാണ്. അവിടെ പിന്നെയും നിങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ നിരാശയും വിഷമങ്ങളും സ്ട്രഗിളും മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അത് ഒഴിവാക്കാനാണ് യൂണിവേഴ്സ് അത് അവിടെ അവസാനിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ഓക്കെ, അതിൽ ഇനിയും അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ തന്നെ ആയേനെ, ഇങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഇതിൽ തന്നെ കിട്ടിയേനെ, അങ്ങനത്തെ ചിന്തകളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കൂടുതൽ നിരാശ ഉണ്ടാക്കുന്ന, കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ചിന്തകൾ, അത് കഴിവതും പ്രോത്സാഹിപ്പിക്കാതിരിക്കാം. അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പം നിങ്ങൾ തംബ്നെയിലത്തെ 3ാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ഇത് നമ്മൾ 3 ഡിഫറെൻ്റ് ആയിട്ടാണ് പിക്കപ്പ് ഫയൽ റീഡിംഗ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഫയലുകളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. നിങ്ങളോട് പിക്ചേഴ്സിൻ്റെ ബേസിലാണ് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിന് നിങ്ങൾ സഹായിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി മുതൽ ചില പിക്കപ്പ് ഫയൽ റീഡിങ്സ് ഞാൻ ഇങ്ങനെയായിരിക്കും ഇടാം. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് വേണം, വളരെ ക്ഷമയോടെ നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ നിങ്ങളൊരു ഗ്രൂപ്പ് തിരഞ്ഞെടുത്തു, ശരി, പക്ഷെ അതിലത്തെ മെസ്സേജ് നിങ്ങളുടെ കറണ്ട് റിയാലിറ്റിയായിട്ട് ഒരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, അത് അവിടെ നമ്മുടെ കോമൺ സെൻസും കൂടെ യൂസ് ചെയ്യുക. അപ്പോൾ അത് നമുക്കുള്ളതല്ല. ഒട്ടും ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഫോർ എക്സാമ്പിൾ, വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ സിംഗിൾ ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ നിങ്ങൾ എടുത്ത റീഡിങ്ങിൽ റിലേഷൻഷിപ്പ് ആയിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല. കാരണം നിങ്ങൾ അവിടെ റിലേഷൻഷിപ്പിലല്ല, അല്ലേ? അപ്പോൾ ആ മെസ്സേജസ് നിങ്ങൾക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ
അപ്പോൾ അതുപോലെ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കറണ്ട് റിയാലിറ്റി ആയിട്ട് ബന്ധമുണ്ടോ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ഈ റീഡിങ് തിരഞ്ഞെടുക്കാനായിട്ട്. എപ്പോഴും ഓർക്കണം, ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്, ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന റീഡിംഗ് ആണ് അല്ലേ. അപ്പോൾ എല്ലാ മെസ്സേജസും എല്ലാവർക്കും ഉള്ളതായിരിക്കില്ല, ചില റീഡിങ് പോലും എല്ലാവർക്കും ഉള്ളതായിരിക്കില്ല. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾക്ക് ഈ 2025 കരിയറിൽ ഒരു മുന്നേറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു പ്രോഗ്രസിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. 1, 2, 3 എന്ന ഏഞ്ചൽ നമ്പർ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് ഫ്രീക്വൻ്റായി കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരിയറിൽ ഒരു പ്രോഗ്രസിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങളുടെ കരിയറിലുള്ള കറണ്ട് എനർജി എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിൻ്റെ കരിയറിലെ കറണ്ട് എനർജി എന്താണ്? ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിൻ്റെ കരിയറിലെ കറണ്ട് എനർജി എന്താണ്? ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആണ് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന എന്തോ ഒരു അനുഭവം നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ റീസെൻ്റ്ലി അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ ധൈര്യം സംഭരിച്ച് അല്ലെങ്കിൽ ആത്മവിശ്വാസം നേടി അതിൽ നിന്ന് മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ എനിക്കിത് ഡീൽ ചെയ്യാൻ പറ്റും, ഇതൊന്നും എന്നെ തളർത്തില്ല എന്നുള്ള ഒരു ഡിറ്റർമിനേഷനോട് കൂടെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ആ ഒരു ഹീലിംഗ്, അവിടെ ഹീലിംഗ് നടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല അതൊരു നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ റിലീസ് ചെയ്യാനും അതിൽ നിന്നുണ്ടായിട്ടുള്ള വൂൺസ് ഹീൽ ചെയ്യാനും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല ഇപ്പോൾ അതൊരു നിങ്ങളുടെ ജോലി അവസാനിച്ചതാണ് ഓക്കെ എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്കായിട്ട് നിങ്ങൾ പരിശ്രമിച്ച് ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തി നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടതാണെങ്കിൽ കൂടെ നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അതിൽ ഇനി ഫോക്കസ് ചെയ്തിരിക്കാതെ ഇനിയുള്ളത് ഇനി എന്താണ് നിങ്ങൾക്ക് നല്ലത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിൽ ആ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറയില്ല, അതിൽ പ്രതീക്ഷയോടെ ആയിരിക്കുക. അല്ലാണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക, ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാത്തിരിപ്പല്ല. ഇതിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനോടൊപ്പം ഇനി ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ കരിയറിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരു വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ആ വരാൻ പോകുന്നതിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രതീക്ഷയാണ് അവിടെ ഉള്ളത്, യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത് എന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന്, നിങ്ങളുടെ ഈ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ, അല്ലെങ്കിൽ ഈ റീസെൻ്റ്ലി നിങ്ങൾക്ക് സംഭവിച്ച വിഷമം ഉണ്ടാക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുമ്പോൾ, അതിനുവേണ്ടി നിങ്ങൾ ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് നിങ്ങൾ തോറ്റു കൊടുക്കാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നു, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ തന്നെ വ്യക്തിയിലൊരു മുന്നേറ്റം സംഭവിക്കുന്നുണ്ട്, ഒരു അപ്ഗ്രേഡ് സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഒതന്റിക് സെൽഫിലേക്ക് കൂടുതലായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതൊരു നല്ലൊരു മാറ്റം നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കരിയറിലും നിങ്ങളൊരു പുതിയ ഘട്ടത്തിലേക്ക്, പുതിയൊരു അധ്യായം എന്ന് പറയുന്നതിനേക്കാൾ പുതിയൊരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്. അവിടെ നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ, യൂണിവേഴ്സിൻ്റെ ആ ഒരു ഗൈഡൻസ് അവിടെ വളരെ സ്ട്രോങ് ആയിരിക്കും. അത് നിങ്ങൾക്കും ആ ഒരു പ്രതീക്ഷയാണ് ഉള്ളത്, അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വളരെ ഫോക്കസ് ചെയ്ത് പ്രസന്റ് മൊമെന്റിലായിക്കൊണ്ട് ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെ അക്നോളജ് ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് മാക്സിമം പ്രസന്റ് മൊമെന്റിലായിരിക്കാൻ ശ്രമിക്കുന്നു. പാസ്റ്റിലേക്ക് തീരെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ഹീലിംഗ് ചെയ്യുന്നു, ഭാവിയെ വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുന്നു. ഇങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളിൽ കാണുന്നത്, വളരെ നല്ലൊരു എനർജിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ 2025 ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ കരിയറിൽ എന്താണ് സംഭവിക്കാൻ പോകുക, എന്ത് മുന്നേറ്റമാണ് ഉണ്ടാക്കുക, സംഭവിക്കാൻ സാധ്യത. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ കരിയറിൽ ഈ 2025 എന്ത് മുന്നേറ്റമാണ് ഉണ്ടാകാൻ സാധ്യത? നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് സ്ട്രെങ്ത് കാർഡ്. ഓക്കെ, നിങ്ങൾ വളരെയധികം നിങ്ങളുടെ പവറിലേക്ക് മാറുക എന്ന് പറയില്ലേ, നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് നിങ്ങളുടെ കരിയറിലെ മുന്നേറ്റത്തിന് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളങ്ങനെ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ 10 ഓഫ് സോർഡ്സ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് വളരെയധികം വേദനയുണ്ട്, നിരാശയുണ്ട്, സങ്കടമുണ്ട്. ഓക്കെ, ഈ ഒരു അവസാനം നിങ്ങൾ അർഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് അത് സംഭവിച്ചപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും നിരാശയും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത്, ഓക്കെ, പൂർവാധിക ശക്തിയോട് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. നിങ്ങളെ അവിടെ നിങ്ങളുടെ ഏറ്റവും പവർഫുൾ വേർഷനിലേക്ക് മാറുകയാണ്.
അവിടെ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് കരിയറിലെ മുന്നേറ്റങ്ങളും വിജയങ്ങളും നേട്ടങ്ങളേ ഉള്ളൂ. നിങ്ങളുടേതായ ഒരു സ്ഥാനം നിങ്ങൾ നേടിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിക്ടിം സ്റ്റേജിൽ നിന്ന് ഒരു ഹീറോ ലെവലിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു 2025 നിങ്ങളുടെ കരിയറിലായിട്ട് യൂണിവേഴ്സ് കരുതിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്ന, നിങ്ങൾക്ക് എത്തരത്തിലുള്ള കരിയറിൽ എന്താണോ നിങ്ങൾ അർഹിക്കുന്നത്, ട്രൂലി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്, അവിടേക്കാണ് നിങ്ങൾ എത്തുന്നത്. അത്തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് കാണുന്നു. നിങ്ങൾ തൊട്ടും പ്രതീക്ഷിക്കാത്തതാണെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ സർപ്രൈസ് ചെയ്യും യൂണിവേഴ്സ്. ശരിക്കും നിങ്ങളെ അവിടെ അത്ഭുതപ്പെടുത്തും യൂണിവേഴ്സിന്റെ രീതിയിൽ. കാരണം നിങ്ങൾക്ക് ആയിട്ട് വരുന്ന ആ ഒരു മാറ്റം, നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന ഒരു പുതിയ അധ്യായം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങൾ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നറിയാം. പക്ഷെ അതിനേക്കാൾ സുന്ദരമാക്കാനും നല്ല സാധ്യതയുണ്ട്. കാരണം നിങ്ങളവിടെ സർപ്രൈസ്ഡ് ആകും. നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഓക്കെ, ആ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ 2025 തന്നെ. അത് നിങ്ങൾക്ക് ട്രൂലി ഡിസേർവിംഗ് ആണ്. നിങ്ങളോട് പ്രതീക്ഷിക്കാത്തതാണെന്ന് കാണുന്നു. നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി മൂവിങ് ഫോർവേഡ് അതാണ് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ഓപ്ഷനാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, ആ ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും, ഇതിന് ഞാൻ റെഡി ആണോ, ഇത് കുറച്ചും കൂടെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കുറച്ചും കൂടെ ഹയർ ലെവലാണ്, എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ അതിന് റെഡിയാണ് എന്നുള്ള ഒരു വസ്തുതയും കൂടെ ഉണ്ട്. അത് നിങ്ങൾ ഓർക്കുക എപ്പോഴും. ഓക്കെ, നിങ്ങൾ അതിന് റെഡിയാണ്, നിങ്ങൾ തയ്യാറായിട്ടുള്ളതാണ് ഈ മാറ്റത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് അത് കൊണ്ടുവരുന്നത്. ഓക്കെ, നിങ്ങൾക്കെല്ലാം കൊണ്ടും നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ ഘട്ടം തുടങ്ങാൻ, ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ഇതുവരെ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് കിട്ടാതെ പോയ, നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ച് കിട്ടാതെ പോയ അവസരങ്ങളെക്കാൾ വളരെ വളരെ മികച്ചതാണ് എന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് നിങ്ങൾക്ക്. റൈസിങ് ഫ്രം ദ ആഷസ് ലൈക്ക് എ ഫീനിക്സ് എന്ന് പറയില്ലേ, ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പം ചിലപ്പോൾ കുറേ പേരൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, വളരെ ഞാൻ പറഞ്ഞു, ഈ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു സങ്കടമുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കരിയറിൽ റീസെൻ്റ്ലി സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു അവസാനമാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് അത്രമേൽ അത് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെ ചിലപ്പോൾ അത് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ചതിച്ചതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അർഹതപ്പെടാത്ത എന്നാൽ നിങ്ങൾ അനുഭവിച്ച ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, നിങ്ങൾ അതിലൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ കുറേ പേര് അത് നിങ്ങളുടെ എൻഡാണ്, ഇനി ഇതിൽ നിന്ന് നിങ്ങൾ ഉയരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ അതിശയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉയരം, ഓക്കെ, അത് ഒരു മുന്നേറ്റം നിങ്ങളുടെ കരിയറിൽ ഈ 2025 നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന്, ഇപ്പറഞ്ഞ മുന്നേറ്റം നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിങ്ങളോട് ആദ്യമേ പറയുന്നു, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾ ഇനി വളരെ പോസിറ്റീവായിരിക്കണം. വിശ്വാസം, വളരെയധികം വിശ്വാസം വേണം. ആ ഒരു പ്രതീക്ഷ വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിലാണ് നിങ്ങൾ ഇനി കരിയറിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കുക എന്ന് അത്രയും ഒരു പോസിറ്റീവ് എനർജിയിലായിരിക്കും എന്ന് പറയില്ലേ. ഡെല്യൂഷണൽ എന്ന് ചിലപ്പോൾ ചിലർ പറയും, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ ആ ഒരു എനർജിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നിങ്ങൾ കരിയറിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ കരിയറിൽ എന്ത് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നോ ആ നേടിയെടുക്കാനായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതേസമയം അവിടെ പ്രതീക്ഷയും വിശ്വാസമാണ് വേണ്ടത്. സംശയവും പേടിയൊന്നുമല്ല, പ്രതീക്ഷയും വിശ്വാസം. പ്രതീക്ഷ എന്താണ്, ഇതെന്തായാലും നടക്കുക, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലതാണ് നടക്കുക. വിശ്വാസം എന്താണ്, യൂണിവേഴ്സ് എന്തായാലും നടത്തി തരും എന്ന വിശ്വാസം. അങ്ങനെ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ. വളരെ ആത്മവിശ്വാസത്തോടെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ധൈര്യമായിട്ട് നിങ്ങളോട് ഇരിക്കാൻ പറയുന്നു. ധൈര്യമായിട്ട് നിങ്ങളുടെ സ്വപ്നവുമായിട്ട്, നിങ്ങൾ എന്താണോ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ധൈര്യമായിട്ട് പോവുക, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അടുത്ത ജോലി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും വളരെ ധൈര്യത്തോടെ വളരെ ആത്മവിശ്വാസത്തോടെ പോകാൻ നിങ്ങൾ അതിന് തയ്യാറാണ്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുകളുണ്ട്. ഈ റീസെൻ്റ്ലി കഴിഞ്ഞ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയ ഒരു അനുഭവം അത് നിങ്ങളുടെ ഭാവിയെ നിർവചിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഓക്കെ, അത് സംഭവിച്ചത് നിങ്ങളുടെ കഴിവുകേടല്ല. അങ്ങനത്തെ ഒരു തോന്നൽ പോലും നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കഴിവുകേടാണ് എന്നുള്ളത് അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനും പാടില്ല. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നു,
എന്താ പറയണ്ടേ, എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോണതിന് മുന്നേ എനിക്ക് ഇന്ന കോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ലാംഗ്വേജ് പഠിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സീരിയസ്ലി അതിന് വേണ്ടി ശ്രമിക്കുക. അതിനുള്ള കോഴ്സ് കണ്ടെത്തുക, പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന അവസരങ്ങൾ, പ്രത്യേകിച്ച് ജോലിയിൽ ഇനി പെർമനന്റ് പൊസിഷൻ, ലോങ് ടേം പൊസിഷൻസ് വരുമ്പോൾ അത് കൺസിഡർ ചെയ്യാൻ പറയുന്നത്. പെർമനന്റ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി ഒരു ടെമ്പററി പൊസിഷൻസ് അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല. പെർമനന്റ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. പിന്നെ നിങ്ങളിലേക്ക് വരുന്ന ചില ഓഫർ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ചില ജോബ് ഫെസ്റ്റിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾ അറിയും. നിങ്ങളോട് ആരെങ്കിലും പറയാതെ ഒന്ന് പോയി നോക്കാറുന്നില്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കാതെ നിങ്ങളിലേക്ക് വരുന്നതാണ് ആ ഇൻഫർമേഷൻസ് അല്ലേ, അത് സ്വീകരിക്കുക. അപ്പം അങ്ങനത്തെ ജോബ് ഫെസ്റ്റിന് പോകാൻ പറ്റുന്നതിനൊക്കെ നിങ്ങൾ പോകുക. പിന്നെ അതുപോലെ നിങ്ങളിലേക്ക് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളായിട്ട് തിരഞ്ഞു പോകാതെ നിങ്ങളിലേക്ക് വരുന്ന ചില ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അപ്ലൈ ചെയ്യേണ്ടതിന് അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ എന്താ പറയുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറയുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ആരൊക്കെ കൂടി ഇരിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരോടൊക്കെ ഒപ്പം ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവുക. ഓക്കെ, ഭാവിയെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുക. ചില ആളുകളുടെ എനർജിയിൽ ഇരിക്കുമ്പോൾ അങ്ങനെയാ അല്ലേ, നമുക്ക് വളരെയധികം ഒരു പ്രോത്സാഹനം അവരുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ നമുക്ക് ഉണ്ടാകും, ഒരു ഉത്സാഹവും നമുക്കുണ്ടായിരിക്കും. അത് ആ ആളുകളുടെ എനർജിയാണ്. അപ്പം അത്തരം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ സിറ്റുവേഷന്റെ ആഴവും പരപ്പൊക്കെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ, നിങ്ങളെ അനാവശ്യമായിട്ട് ഉപദേശിക്കാതെ, നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് നൽകി നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. അവരോടൊപ്പം മാക്സിമം സമയം സ്പെൻഡ് ചെയ്യുക. മാക്സിമം റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശരിയായ ഡിസിഷൻസ് എടുക്കാനും ശരിയായ ആക്ഷൻസ് എടുക്കാനും പറ്റുള്ളൂ. ഓക്കെ, കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സയൻസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റൂ. ടെൻഷൻ അടിച്ചടിക്കുമ്പോൾ ഈ വരുന്ന സയൻസും കാണില്ല, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസും കാണില്ല, എടുക്കുന്ന ആക്ഷൻസ് ഒക്കെ തെറ്റാവും, തീരുമാനങ്ങളും തെറ്റാവും. കാരണം നിങ്ങൾ ആകെ ടെൻസ്ഡ് ആണ്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ നിങ്ങളുടെ ആ ഒരു എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, മിക്കതും ഭാവിയെ കുറിച്ചിട്ടായിരിക്കും. ആ ചിന്തകൾ, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വേഴ്സ്റ്റ് കേസ് സിനാരിയോസ്, അതിനെക്കുറിച്ച് ചിന്തിച്ചായിരിക്കണേ. അപ്പൊ അവിടെയാണ് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ. അതുകൊണ്ടാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും തെറ്റായി പോകുന്നതും, എടുക്കുന്ന ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ തെറ്റായി പോകുന്നതും, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെയും സപ്പോർട്ടിനെയും നിങ്ങൾ കാണാതെ പോകുന്നതും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യം റിലാക്സ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യം സന്തോഷം തരുന്ന ചില ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ പോയി നിങ്ങൾ റിലാക്സ്ഡ് ആകും. ഏതൊക്കെ ഫംഗ്ഷനിൽ പോയാലാണ് നിങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായാലാണ് നിങ്ങൾ റിലാക്സ്ഡ് ആകും, നിങ്ങൾ എൻജോയ് ചെയ്യും എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമുള്ളത്, അതിന്റെ ഭാഗമാവാൻ ശ്രമിക്കുക. അതും പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ചില ഫംഗ്ഷനിൽ പോയി നമുക്കറിയാം അവിടെ ഉള്ള ആളുകൾ ഇപ്പോൾ ഉള്ള മനസ്സമാധാനം കൂടെ തല്ലിക്കെടുത്തും എന്ന് നിങ്ങൾക്ക് അത്ര ബോധ്യം ഉണ്ടെങ്കിൽ അവിടെ പോവാതിരിക്കാം. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. എന്നാൽ ചില പരിപാടികൾക്ക് പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം അവിടെ ഉള്ളവർ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷൻ ഒന്നും ആയിരിക്കണമെന്നില്ല, പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ആദ്യം ചിലപ്പോൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനോ നിങ്ങളുടെ ഉള്ളിലുള്ള ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ചോദിക്കാനോ നിങ്ങളെ ജഡ്ജ് ചെയ്യാനൊന്നും വരില്ല. നിങ്ങൾക്ക് ബോധ്യമുള്ള ചില പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ പോവുക, അതിന്റെ ഭാഗമാകുക, എൻജോയ് ചെയ്യുക, ഓക്കെ, റിലാക്സ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എന്താണോ അത് മാനിഫെസ്റ്റ് ചെയ്യുക, അതിനു വേണ്ടി പരിശ്രമിക്കുക. അതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ഒരവസരത്തിനെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുകളയാനായിട്ട് പാടില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക്